ഇൻകർ റോബോട്ടിക്സ് തൃശ്ശൂരുള്ള ഒരു ടെക്നോളജി കമ്പനികളുപരി എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് അമിത് രാമൻ CEO ആണ്. തൃശ്ശൂർ പൂരത്തിന് വന്നപ്പോഴാണ് ഇൻകർ റോബോട്ടിക്സ് എന്ന് പറയുന്ന പേര് പെട്ടെന്ന് ശ്രദ്ധയിൽ വിടുന്നത്. അങ്ങനത്തെ അമിത് രാമനെ പരിചയപ്പെട്ടു. ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറുടെ കഥകളും അവിടെ നിന്ന് ഒരു സക്സസിലേക്കുള്ള യാത്ര, ഒരു ആശയമുണ്ട് ഫണ്ട് കിട്ടുമെന്ന് ചോദിച്ചവർക്കുള്ള മറുപടി നമുക്ക് ഈ വീഡിയോയിൽ വരുന്നുണ്ട്. ഒരു ആശയത്തിൽ നിന്ന് ഒരു കൂട്ടം കുട്ടികളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയായി, ഒരു കൂട്ടം ആളുകളുടെ പുതിയ ജോലി സാധ്യതകളിലേക്കുള്ള ഒരു യാത്രയായി, പുതിയ ആശയങ്ങളെ കൊണ്ടുവരുന്ന ഒരു കൂട്ടം സ്റ്റാർട്ടപ്പ് സംരംഭകർക്കുള്ള അനുഭവ കഥ. പുതുതായി വരുന്ന സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് 2 ഉപദേശങ്ങൾ കൊടുക്കണം. താങ്ക്സ് വിവേക്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ എന്ത് പ്രോബ്ലം ആണ് അവിടെ സോൾവ് ചെയ്യണത്, എന്ത് മാർക്കറ്റിലേക്കാണ് അവർ ടാപ്പ് ഇൻ ചെയ്യണത്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് സമീപിക്കുക. ആദ്യത്തെ 100 കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്, ആദ്യത്തെ 1000 കസ്റ്റമേഴ്സിലേക്ക് എത്താനുള്ള ജേർണി സിമ്പിൾ ആയിരുന്നോ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു? കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ ചിന്തിക്കുന്ന ആ സ്കേലബിലിറ്റി വരണമെങ്കിൽ ആദ്യം നമ്മൾ ആദ്യത്തെ ഒരു 10 കസ്റ്റമേഴ്സിനോട്, നമ്മൾ സർവീസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനോട് കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം, അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, അതേപോലെ ആ പ്രൊഡക്റ്റിലേക്ക് ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പോഴും കോമ്പറ്റീഷൻസ് വന്നു തുടങ്ങില്ലേ? കോമ്പറ്റീഷൻസ് ഡെഫിനറ്റ്ലി വന്നു തുടങ്ങും. അല്ലെങ്കിൽ അവിടെ നമ്മൾ റോബോട്ടിക്സിലാണ് നിൽക്കുന്നത്, അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലുള്ള ആൾക്കാർ അതിലേക്ക് മാറി തുടങ്ങും. അപ്പോൾ അവിടെ വേണ്ടത് എങ്ങനെ അതിനെ ടാപ്പ് ഇൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഹൗ വി കൻ സ്റ്റേ അഹെഡ് ഓഫ് ദ കോമ്പറ്റീഷൻ, ഹൗ വി കൻ എൻഷുർ ദാറ്റ് നമ്മുടെ പ്രൊഡക്റ്റിലുള്ള യുണീക്നെസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, താങ്ക് യു.